ED അന്വേഷണത്തിന് സ്റ്റേ എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ED അന്വേഷണം തടയണമെന്നുള്ള ആവശ്യത്തിൽ വിധി വെള്ളിയാഴ്ച വരും. ഇപ്പോൾ നിലവിൽ അന്വേഷണത്തിന് സ്റ്റേ ഉണ്ടായിരിക്കുന്നു. അതുവരെ തുടർ നടപടികൾ പാടില്ലെന്നും EDയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. വളരെ നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നു. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, പറയൂ. CMRL എക്സാലോജിക് കരാറിൽ EDയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഇതിന്റെ തുടർ നടപടികൾ വെള്ളിയാഴ്ച വരെ തടയുകയാണ് ഹൈക്കോടതി ചെയ്തത്. വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇത് EDക്ക് ഹൈക്കോടതി EDയിലുള്ള അന്വേഷണം നിർദ്ദേശം നൽകുകയും ചെയ്തു. EDയുടെ അന്വേഷണം തടയണമെന്ന ആവശ്യത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. അതുവരെ തുടർ നടപടികൾ പാടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിൽ ഹൈക്കോടതി വിശദമായ വാദമാണ് അല്പസമയം മുമ്പ് കേട്ടത്. ജസ്റ്റിസുമാരായ വി രാജാ, വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിശദമായ വാദം കേട്ടത്. അതിൽ ED മറുപടി വാദമായി പറയുന്നത്, അന്വേഷണം എന്നാൽ ECIR രജിസ്റ്റർ ചെയ്തു എന്നാൽ കേസെടുത്തു എന്നല്ല അർത്ഥം എന്നാണ് ED വ്യക്തമാക്കുന്നത്. രേഖകൾ ക്രോഡീകരിച്ചു വെക്കുകയാണ്, ED ക്രോഡീകരിച്ചു വെക്കുന്നു എന്നതാണ് ECIRന്റെ ഉദ്ദേശം. ED നടപടിക്ക് ആധാരമായ കുറ്റകൃത്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ED ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. വ്യാജരേഖ ചമച്ചതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എന്ന കാര്യവും കൂടിയാണ് ED ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഈ രീതിയിലുള്ള അന്വേഷണം നടത്താൻ PMLA നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട് എന്ന വാദവും കൂടി ഹൈക്കോടതിയിൽ ED ഉയർത്തുകയും ചെയ്തു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉയർത്തുകയും ചെയ്തു. CMRL ഇതിന്മേൽ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം, EDയുടെ താല്പര്യത്തിന് വഴങ്ങാൻ ED നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുന്നു എന്നാണ് CMRL ഉയർത്തിയ വാദം. കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ മാത്രമാണ് SFIക്ക് അവകാശം. EDയുടെ എല്ലാ നടപടികളെയും ചോദ്യം ചെയ്യുകയാണ് CMRL. എല്ലാ നടപടികളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. EDയുടെ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്ന് EDക്ക് പറയാനാവില്ല. EDയുടെ സമൻസ് കോടതിയിൽ ചോദ്യം ചെയ്തത് അന്വേഷണത്തോടുള്ള നിസ്സഹകരണമല്ല, അപ്രിയമായ രീതിയിലാണ് ED ഇടപെട്ടതെന്ന കാര്യവും കൂടിയാണ് CMRL ഹൈക്കോടതിയിൽ പറഞ്ഞത്. EDയുടെ സമൻസിന് അന്വേഷണ സ്വഭാവമുണ്ട് എന്ന് CMRL പറയുന്നു. FIR കുറ്റകൃത്യമോ ഇല്ലാതെയാണ് ED അന്വേഷണം തുടങ്ങിയതെന്ന വാദവും കൂടിയാണ് ഹൈക്കോടതിയിൽ CMRL ഉയർത്തിയത്. അധികാരപരിധി മറികടന്നാണ് EDയുടെ അന്വേഷണം എന്ന് കൂടിയാണ് CMRL വാദമായി പറഞ്ഞു. ഇതിനാണ് ED മറുപടി വാദം പറയുന്നത്. ECIR എന്നാൽ കേസെടുത്തു എന്നല്ല, കേസെടുത്തുള്ള അന്വേഷണമല്ല എന്ന്, അങ്ങനെയുള്ളൊരു അർത്ഥമല്ല എന്ന് ED വ്യക്തമാക്കുന്നത്. മാത്രമല്ല, രേഖകൾ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രോഡീകരിച്ചു വയ്ക്കുകയാണ് ECIRന്റെ ഉദ്ദേശം. ED നടപടിക്ക് ആധാരമായ കുറ്റകൃത്യമുണ്ട് എന്നുകൂടി ED വ്യക്തമാക്കുകയും ചെയ്തു. വ്യാജരേഖ ചമച്ചതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് PMLA നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട് എന്നുകൂടി ഹൈക്കോടതിയിൽ ED വ്യക്തമാക്കി. ഇതിൽ ഹൈക്കോടതി ചോദിച്ച ചില നിർണായകമായ ചോദ്യങ്ങളുണ്ട്. അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്നാണ് CMRLന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിച്ചത്. നിരപരാധിത്വം വ്യക്തമാക്കാൻ EDക്ക് മുന്നിൽ CMRLന് രേഖകൾ നൽകാം, കുറ്റകൃത്യമില്ല എങ്കിൽ ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്ന കാര്യവും കൂടി ഡിവിഷൻ ബെഞ്ച് CMRLനോട് ചോദിക്കുകയും ചെയ്തു. രാവിലെ ഇതിന്മേൽ ഒരു ഇടക്കാല ഉത്തരവ് വേണമെന്ന ആവശ്യം CMRL ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ഇടക്കാല ഉത്തരവ് നൽകാൻ അല്ലെങ്കിൽ ED അന്വേഷണത്തിലെ തുടർ നടപടികൾക്ക് ഒരു സ്റ്റേ നൽകാൻ തയ്യാറായില്ല. ഇത് വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് അതുവരെ, അതായത് അന്തിമമായ വിധി പറയുന്നതുവരെ തുടർ നടപടികൾ പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അത് ഈ കേസിന്റെ മെരിറ്റിലേക്ക് കടന്നതുകൊണ്ടുള്ള ഒരു തീരുമാനമല്ല, മറിച്ച് കേസിൽ വാദം പൂർത്തിയായതുകൊണ്ടാണ്, വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുക കൂടി ചെയ്തതുകൊണ്ടാണ് ഹൈക്കോടതി ED അന്വേഷണത്തിലെ തുടർ നടപടികൾ തടയുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. അപ്പോൾ വിധി പറഞ്ഞതിന് ശേഷമായിരിക്കും EDക്ക് കേസിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരിക. നോക്കൂ ശ്യാം, അതായത് ഈ രണ്ടാം ഘട്ട അന്വേഷണത്തിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം കൊച്ചിയിലെ ED യൂണിറ്റ് പൂർത്തിയാക്കി വരുന്ന ഒരു സാഹചര്യമാണ്. അറസ്റ്റ് വരെ ഉണ്ടായേക്കുമെന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു നിമിഷമാണ്. ഈ രണ്ടാം ഘട്ടത്തില് പ്രധാനപ്പെട്ട തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു ED. പക്ഷേ ഈ ദിവസങ്ങളിൽ, അതായത് വെള്ളിയാഴ്ച വരെ അറസ്റ്റോ മറ്റ് നടപടികളോ പാടില്ല എന്നല്ലേ കോടതി EDയോട് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. ഇതിൽ വിശദമായ വാദമാണ് ഇന്ന് കേട്ടത്. കാരണം ഒരു ഇടക്കാല ഉത്തരവിനുള്ള വാദം കേൾക്കണമെന്ന് കോടതിയിൽ CMRL ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഈ വിഷയം ഇന്ന് തന്നെ വാദം കേട്ട് പൂർത്തിയാക്കാം
എന്നൊരു നിലപാട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചു. ഇതിൽ ഇ ഡി എടുത്ത നിലപാട് മറുപടി നൽകാൻ സാവകാശം വേണ്ടതില്ല എന്നൊരു നിലപാട് ഇ ഡിയും തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചു. മറുപടി വാദത്തിന് തയ്യാറാണ് എന്ന കാര്യവും കൂടി ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ARL സുന്ദരേശൻ, ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ, അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് തന്നെ വാദം കേൾക്കാൻ വേണ്ടി ഹൈക്കോടതി തീരുമാനമെടുത്തതും കഴിഞ്ഞ ഒരു 3 മണിക്കൂറോളം ഇതിന്മേൽ ഹൈക്കോടതി തുടർച്ചയായി വാദം കേൾക്കുകയും ചെയ്തത്. അങ്ങനെ വാദം കേട്ട് തീരുമാനമെടുക്കുമ്പോൾ ഡിസിഷൻ പെൻഡിങ് അഥവാ വിധി പറയാൻ മാറ്റി എന്ന കാരണത്താലാണ് CMRL താൽക്കാലികമായൊരു ആശ്വാസം ലഭിക്കുന്നത്. അത് അന്വേഷണത്തിലെ തുടർ നടപടികൾ, ഇ ഡിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ തുടർ നടപടികൾ തടയുന്നു. അത് വെള്ളിയാഴ്ച വരെയാണ് തടയുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ CMRL അപ്പീലിൽ വിധി പറയുകയും ചെയ്യും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെ വ്യക്തമാക്കുമ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്, അപ്പീൽ നൽകിയത്. ആ അപ്പീലിലാണ് ഹൈക്കോടതി വിശദമായ വാദം കേട്ട് വാദം പൂർത്തിയായ സാഹചര്യത്തിൽ അത് വിധി പറയുന്നത് വരെ തുടർ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞത്. അത് സ്റ്റേയുടെ സ്വഭാവമല്ല. സ്റ്റേ നൽകില്ല എന്ന കാര്യം നേരത്തെ തന്നെ അതായത് അന്വേഷണം തടയില്ല എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ഹൈക്കോടതിയിൽ നൽകുന്ന ഒരു ഉറപ്പാണ്. അന്തിമമായ വിധി വരുന്നത് വരെ, അതായത് ഈ അടുത്ത 4 ദിവസത്തേക്ക് തുടർ നടപടികളൊന്നും സ്വീകരിക്കില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നത്. CMRL മാത്രമാണ് ഈ വിധി ബാധകമാകുക, കാരണം അല്ലെങ്കിൽ ഈ ഇളവ് ബാധകമാകുക. കാരണം CMRL-നാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുമാണ് ഈ അപ്പീലിലെ ഹർജിക്കാർ അപ്പീൽ നൽകിയത്. അതുകൊണ്ട് തന്നെ അത് CMRL ബാധകമായ ഒരു ഇടക്കാല ഉത്തരവാണ്. അല്ലെങ്കിൽ തുടർ നടപടികൾ പാടില്ല എന്നത് CMRL-നെതിരെ നടപടികൾ പാടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. മറ്റു നടപടികൾ ഒരുപക്ഷെ ഇ ഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തുടരുകയും ചെയ്യാം. പ്രത്യേകിച്ചും വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ആ നടപടികളുമായി ഇ ഡിക്ക് മുന്നോട്ട് പോകാം. ശരി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. CMRL ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ചയാണ് ഉണ്ടാവുക. നിലവിൽ ഇ ഡിയുടെ തുടർ നടപടികൾ വെള്ളിയാഴ്ച വരെ ഉണ്ടാവാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. വിധി വെള്ളിയാഴ്ചയുണ്ടാവും. അതുവരെ നടപടികളെല്ലാം നിർത്തിവെക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഒരു നടപടികളും പാടില്ല എന്ന് ഹൈക്കോടതി പറയുന്ന സാഹചര്യം. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.